അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ മംഗലാപുരം എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രണ്ടും കൂടി ഭയങ്കര യുദ്ധമായിട്ട് ഒരുത്തിനെ പിടിച്ച് നമ്മൾ അവിടെ കിടന്നോളാൻ പറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ കിടന്നോളാൻ പറഞ്ഞ് അവിടെ കിടത്തി. അപ്പോൾ ഇവൻ കുപ്പിയുടെ അടപ്പെല്ലാം പൊട്ടിച്ച് അങ്ങനെ വഴക്കും കച്ചറയൊക്കെ ആയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവൻ അവിടെ കിടന്ന് കഴിഞ്ഞപ്പോൾ നേരെ പപ്പയുടെ കൂടെയായി. പപ്പയുടെ മുടിയെ പിടിച്ച് വലിക്കലും എന്തൊക്കെയോ കാണിക്കുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ. അപ്പം നമ്മളങ്ങനെ മംഗലാപുരം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡയറക്റ്റ് ട്രെയിൻ ഇവിടെ നിന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ രാത്രിയിലുള്ളൂ, പകലില്ല. പക്ഷെ നമ്മളതിന് മാക്സിമം അങ്ങനെ പോകാറില്ല, വളരെ ചുരുക്കമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. കൂടുതൽ ഹിന്ദിക്കാരാണ് കേട്ടോ, ഭയങ്കര തിരക്കാണ്. അയ്യോ, ഈ ഹിന്ദിക്കാരുടെ പ്രശ്നം കൊണ്ട് നമുക്ക് എന്നാ പറയാം, പോകാനേ വണ്ടി കയറാൻ പോലും എനിക്ക് താല്പര്യമില്ല കേട്ടോ. അങ്ങനെയാണ്. പക്ഷെ പകൽ ഇവിടെ നിന്നുള്ള ട്രെയിനാണ്, കയറി ഇറങ്ങി പോകണമെന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കയറി ഇറങ്ങി തന്നെ കൂടുതലും പോകാറ്. നമ്മൾ അത്രയ്ക്ക് പോകാൻ പറ്റാത്ത, പകൽ പോകാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യം അല്ലെങ്കിൽ എമർജൻസി ഒക്കെ ആണെങ്കിൽ രാത്രി ട്രെയിൻ അവനങ്ങനെ പോകാറുള്ളൂ. പിന്നെ എന്നാ പറയുക, ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകാന്ന് വെച്ചാൽ നമുക്ക് കിട്ടത്തേ ഇല്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരണം, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. അത് സീസൺ ടൈമിലാണെങ്കിലും അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് കിട്ടാറില്ല. ഭയങ്കര എന്നാ പറയുക, വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടന്ന് ലാസ്റ്റ് മൊമെൻറ്റ് കിട്ടത്തേ ഇല്ല. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇരുന്ന് പോകാനും സൗകര്യമായിട്ടൊക്കെ പോകാനാണേലും രാത്രി ട്രെയിനിന് പോകുന്നതാണ്, പകൽ ട്രെയിനിന് പോകുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എത്തി, മംഗലാപുരത്ത് എത്തി. ഇനി മംഗലാപുരത്ത് നിന്ന് അടുത്ത ട്രെയിനേ കയറണം. അപ്പോൾ അടുത്ത ട്രെയിനേ കയറുന്നതും ഫുള്ള് ഹിന്ദിക്കാരായിരിക്കും കൂടുതലും. പിന്നെ മലയാളികളൊക്കെ കാണും, അമ്പലത്തിൽ പോകുന്നവരൊക്കെ അവരവിടെ ഇവിടേക്കൊക്കെ ആയിട്ടായിരിക്കും. അതെല്ലാം അറിയത്തില്ല. എന്തായാലും ഹിന്ദിക്കാരുടെ ബഹളമായിരിക്കും. അപ്പോൾ ഇരിക്കാൻ സീറ്റ് കിട്ടുമല്ലോ നമുക്കറിയത്തില്ല, ചെന്ന് നോക്കാം. കാരണം കുഞ്ഞുള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു സീറ്റിൽ നമുക്ക് ഇരിക്കാൻ ആരെങ്കിലുമൊക്കെ വിട്ട് തരുമായിരിക്കും. അത് അറിയത്തില്ല, നമുക്ക് ചെന്ന് നോക്കി അറിയത്തുള്ളല്ലോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ട്രെയിൻ. അപ്പോൾ അത് ഇറങ്ങി ഇതിലേക്ക് കയറി ഒരു 10 മിനിറ്റ് അങ്ങോട്ടൊക്കെ വെയിറ്റ് ഉള്ളൂ എന്ന് തോന്നുന്നു. അതായത് അത്ര താമസമേ ഉള്ളൂ. അന്നേരത്തേക്ക് നമുക്ക് ഇതേ വന്ന് കയറേണ്ട വരും. അത് ഇതിപ്പോൾ അനൗൺസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു കേട്ടോ ഈ ട്രെയിന്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതേലും വന്ന് കയറി കേട്ടോ. ഇതേ സീറ്റ് ഉണ്ടോ എന്ന് പോയി നോക്കാം. അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ കിട്ടാതിരിക്കുന്നില്ല. മൊത്തം ഹിന്ദിക്കാരാട്ടോ. അയ്യോ, ഈ ഹിന്ദിക്കാരുടെ ബഹളം കൊണ്ടാണ് ഭയങ്കര കച്ചറ. ഒരു നീറ്റ്നെസ് ഇല്ലാത്ത മനുഷ്യരെന്ന് പറഞ്ഞാൽ ഇവരേ ഉണ്ടാവുള്ളൂ, എൻ്റെ പൊന്നോ. അപ്പോൾ അങ്ങനെ നമുക്ക് സീറ്റൊക്കെ കിട്ടി. നമ്മൾ ഇരുന്നപ്പം മക്കൾക്ക് ഫുഡൊക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പം നല്ല എന്നാ പറയുക, നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു 2 പേർക്കും. അങ്ങനെ ഒരു വിധത്തിൽ അങ്ങനെയൊക്കെ കാണിച്ച് ചോറൊക്കെ കൊടുത്ത് ഞാനും കഴിച്ച്, ഞങ്ങൾ ചേട്ടായും കഴിച്ച്, ഞങ്ങൾ 4 പേരും ഫുഡൊക്കെ കഴിച്ച് ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പം എന്നാ പറയുക, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നേരം 2-3 മണിക്കൂറത്തെ യാത്രകളുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ സമാധാനം, എത്രയും പെട്ടെന്ന് അവിടെ പോയി ഇറങ്ങിയാൽ മതിയെന്നേ ഉള്ളൂ. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാം, ഫുൾ ഹിന്ദിക്കാരും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഞാൻ എന്തായാലും ഫോൺ കൊടുത്ത് അവിടെ പിടിച്ചിരുത്തി 2 പിന്നെ ജിത്തുവിനോട് എങ്ങനെയാലും ഇച്ചിരി ഒച്ച വെച്ചാലൊക്കെ ജിത്തുവോട് അടങ്ങിയിരിക്കുന്നതൊക്കെ പറഞ്ഞാൽ അവനങ്ങ് അടങ്ങിയിരുന്നുള്ളൂ. മറ്റവനെ ഒട്ടും സഹിക്കാൻ ടൊട്ടു അങ്ങ് തെറിച്ച് നടക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് കുറച്ച് നേരം ഫോണൊക്കെ കൊടുത്തു. അങ്ങനെ ഫോണൊക്കെ കണ്ടിരുന്നു. സാറ് ഉറങ്ങി. അപ്പോൾ സാറ് ഉറങ്ങിയപ്പോഴത്തേക്ക് എനിക്കും കുറച്ച് നേരം ഉറക്കമൊക്കെ വന്ന് ഞാനും അങ്ങ് ഉറങ്ങി. എത്രയും പെട്ടെന്ന് എത്തിയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാരണം വെച്ചാൽ ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഭയങ്കര വഴക്കായിരുന്നു അവൻ. അപ്പോൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്തിയത്. കാരണം ഹിന്ദിക്കാരുടെ എന്തൊക്കെയോ പാൻപരാഗം അതും ഇതൊക്കെ തിന്നിട്ട് സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു കേട്ടോ. അയ്യോ, ഈ ടോയ്ലറ്റ് സൈഡിലൊക്കെ ഒന്നും പോകാനേ പറ്റത്തില്ല. ഇവറ്റിങ്ങൾ എൻ്റെ ദൈവമേ, എന്താ പറയുക, ഒരു വക അലമ്പ് വൃത്തിയില്ലാതെ അവിടെയൊക്കെ ഇട്ട് ഭയങ്കര മോശമാണ്. ഭയങ്കര മോശം തന്നെ, ഭയങ്കര മോശം കേട്ടോ. അയ്യോ, രാത്രി ട്രെയിന് പോലത്തെ പ്രശ്നമില്ല. ടോയ്ലറ്റ് അങ്ങോട്ടൊന്നും നമുക്ക് പോകാനേ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ വന്നിറങ്ങി കേട്ടോ, ഒന്നും പറയണ്ട. അപ്പോൾ ഇന്ന് കൂട്ടാൻ വരാൻ പപ്പായി ഇല്ല. ഞാൻ വീട്ടിൽ ചെല്ലുമെന്നുള്ള കാര്യം പപ്പായ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ, മമ്മിക്ക് അറിയത്തില്ല ഇന്ന് ചെല്ലുമെന്ന്. പപ്പയുടെ പറഞ്ഞ ഞങ്ങൾ വരുമെന്ന്. വയ്യാന്നുള്ള കാര്യമൊക്കെ മമ്മിയോട് പറഞ്ഞായിരുന്നു. മമ്മി വാ, ഇവിടെ നിന്ന് മരുന്ന് കഴിക്കാമെന്നൊക്കെ മമ്മി പറഞ്ഞായിരുന്നു. പക്ഷേ എന്നാ പറയുക, മമ്മിക്ക് അറിയത്തില്ല ഞങ്ങൾ വരുന്ന കാര്യമൊന്നും തീരുമാനമായില്ല എന്നാണ് നമ്മൾ മമ്മിയോട് പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ പപ്പായ്ക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ പപ്പ ഇല്ല, പപ്പ ഇവിടുന്ന് കുറച്ച് ദൂരെ പ്ലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് പോയേക്കുവാണ്. അപ്പോൾ ഇന്ന് വൈകിട്ടേ പപ്പ എത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പപ്പ കൂട്ടാൻ വരാത്തതുകൊണ്ട് നമ്മൾ ഓട്ടോ വിളിച്ച് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ സ്റ്റേഷനിൽ ഇറങ്ങി ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, ഷോർട്ട് കട്ട് കൂടെ ഇറങ്ങി ഹൈവേ ചെല്ലും. ഹൈവേന്ന് പിന്നെ കുറച്ചങ്ങ് നടന്ന ടൗണിലേക്ക് കേട്ടോ.
അപ്പോൾ എന്താ വെച്ചാൽ പപ്പ ഇല്ലാത്തപ്പോൾ നമ്മളൊരു ഓട്ടോക്കാരനെ വിളിക്കുന്നത്. അപ്പോൾ ആ ഓട്ടോച്ചേട്ടനെ വിളിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ വേറൊരു ഓട്ടത്തിലാണ്, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാവുന്നത്. അപ്പോൾ നമ്മൾ ഒരു കുഴപ്പമില്ല, നമ്മൾ ടൗണിലേക്ക് വന്നേക്കാം, ചേട്ടൻ അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളങ്ങനെ ടൗണിലേക്ക് പോകാം കേട്ടോ. അപ്പം ഇവിടെയൊക്കെ ഞാൻ വന്നിട്ട് കുറച്ചായി, അതായത് ഈ ഷോർട്ട് കട്ടൊക്കെ ഇറങ്ങിയിട്ട്. കാരണം സാധാരണ നമ്മൾ എപ്പോൾ വരുമ്പോഴും പപ്പായി വന്ന് കൂട്ടിക്കൊണ്ട് പോകല്ലോ. അപ്പോൾ ഇതിലൊന്നും അങ്ങനെ ഷോർട്ട് കട്ടൊന്നും ഇറങ്ങലൊന്നുമില്ല, കുറേ ആയി. പണ്ട് എന്താ പറയുക, സ്കൂളിൽ പോകുന്ന സമയത്തും അതുപോലെ ഇവിടെ നേരത്തെ പപ്പയ്ക്ക് ഹോട്ടലുണ്ടായിരുന്നേ. അപ്പോൾ ആ ഹോട്ടലുണ്ടായിരുന്ന സമയത്ത് ഇതിലെ അങ്ങോട്ട് ടൗണിലേക്ക് പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഒരു കടയിൽ പണിക്കൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു പണ്ട്. അപ്പോൾ അന്നേരം ഉച്ചയ്ക്ക് ഉണ്ണാൻ വേണ്ടിയിട്ട് ഇവിടെ കടയിൽ വന്നിട്ട് പപ്പയെടുത്ത് വന്നിട്ട് ഇവിടെ പപ്പയ്ക്ക് ഇലക്ട്രീഷ്യൻ ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഇതിലേ വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ എല്ലാം ഫുള്ള് വലിയ വലിയ വീടും ഒക്കെ വന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഷോർട്ട് കട്ട് ചാടി ഹൈവേയിലെത്തി. ഇവിടുന്ന് കുറച്ചങ്ങ് നടന്ന ടൗണിലെത്തോട്ടോ. അപ്പോൾ നമ്മൾ ടൗണിൽ ഇങ്ങനെ വന്ന് വെയിറ്റ് ചെയ്യുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഓട്ടോ ചേട്ടൻ വന്നു കേട്ടോ. അങ്ങനെ ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്നും വലിയ കാര്യമായിട്ടൊന്നും മഴ പെയ്തിട്ടില്ലെന്നാണ് ചേട്ടൻ പറയുന്നത്. പെയ്തു 2 ദിവസമായി, ഇപ്പോൾ വലിയ മഴയൊന്നുമില്ല. കാരണം മണ്ണൊന്നും അത്ര നനവൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കും കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ചേട്ടായിയാണ് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ എല്ലാവർക്കും വിചാരിക്കും ഗാർഡനകത്തോട്ടാണല്ലോ പോകുന്നത്, ഭയങ്കര ഉൾപ്രദേശവും കാടും കാര്യങ്ങളൊക്കെ ആണല്ലോ എന്ന്. അത്യാവശ്യം കാടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെ നിന്നൊരു 8 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം എൻ്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ. അപ്പോൾ കുറച്ച് ഉൾപ്രദേശവും കാടും ഒക്കെയാണ്. വീടും കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്കൊക്കെ ഉണ്ട് കേട്ടോ. എന്നാ പറയുക, വീടും ആൾക്കാരും ഒക്കെ താമസിക്കുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഉൾപ്രദേശം കാടൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം കാട്ടുപ്രാണികളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ ടുട്ടു ഭയങ്കര ബഹളം. എനിക്ക് 2 ദിവസമായിട്ട് ഞാനിതൊരു വോയിസ് കൊടുക്കാൻ നോക്കിയിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല കേട്ടോ. ഇവനൊട്ടും സമ്മതിക്കില്ല, ഇവനാകെ അലമ്പാക്കുക. അപ്പം അത്യാവശ്യം കാട്ടുമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതേ ഞാനിപ്പോൾ ഒരു മരം കാണിച്ചില്ലേ, ആ മരം പണ്ട് അതേ അപ്പുറത്തെ പറമ്പിൽ നിന്ന് ഇപ്പുറത്തൊരു മരമൊക്കെ ചാഞ്ഞിപ്പോണ്ടായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു ടോമിച്ചേട്ടൻ പപ്പേനെ ചാരിക്കും എന്നൊക്കെ നമ്മൾ പറയുന്നു പണ്ട് ചെറുപ്പത്തിൽ. അപ്പം അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ നമ്മൾ എല്ലുന്ന കാര്യം മമ്മിക്ക് അറിയത്തില്ല കേട്ടോ. കാരണം ഓട്ടോ താഴെ നിർത്തിയിട്ട് നമ്മൾ നടന്നാണ് വീട്ടിലേക്ക് പോകുന്നത്. അന്നേരം കൊണ്ട് ഇപ്പോൾ ഇവിടെ ഒരു പട്ടിയുണ്ട് പപ്പ വളർത്തുന്നത്. ഭയങ്കര നല്ല ഒരു സ്നേഹമുള്ള പട്ടി കേട്ടോ. കാരണം വെച്ചാൽ പപ്പ വെള്ളം തിരിക്കാനൊക്കെ പോകുമ്പോൾ കൈ കൊണ്ട് 2 തട്ട് തട്ടിയാൽ മതി. അങ്ങനെ കൈ കൊട്ടൂല, നമ്മൾ കൊട്ടിയാൽ മതി. പെട്ടെന്ന് ഓടി പപ്പയുടെ പുറകെ വരും. പപ്പ വന്ന് കണ്ടില്ലെങ്കിൽ. അതുപോലെ ചിത്തുമോൻ വിടുന്ന സമയത്ത് ചിത്തുമോൻ സ്കൂളിൽ കൂടെ പോവുകയാണെങ്കിൽ സ്കൂൾ വരെ കൊണ്ടുവിടും, വിളിച്ചാൽ മതി വരും കൂടെ. പിന്നെ അതുപോലെ തന്നെ അവൻ കളിക്കാൻ പോകുവാണെങ്കിലും കൊണ്ടുകൂടെ പോവും. ഭയങ്കര സ്നേഹം കേട്ടോ. പിന്നെ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അനിയത്തിയുടെ കൊച്ചുണ്ട്, അവൾ പുറത്തിറങ്ങി നിൽക്കുവാണെങ്കിലും ആരെങ്കിലും വരുവാണെങ്കിലും വേഗം കുരയ്ക്കും. അങ്ങനെ ഭയങ്കര ഇതാണ് വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ അവനെ ഒരു കൈ കൊണ്ട് തട്ടിയാൽ മതി. ഭയങ്കര ശ്രദ്ധയും കാര്യമൊക്കെ വീട്ടിലെല്ലാവരെയും കേട്ടോ. അപ്പം അങ്ങനെ മമ്മി കരുത്തില്ല, നമ്മൾ ചെല്ലുന്നവരെയും മമ്മിക്ക് ഭയങ്കര ഷോക്കായി. അന്നത്തെ രാത്രിയായി പപ്പായി വന്നു. പിന്നെ പപ്പായി വന്ന പിള്ളേരുടെ കളിയും കാര്യമൊക്കെ. അപ്പം അനിയത്തിയുടെ കൊച്ചിന് ടുട്ടു പോയി പപ്പ എടുത്തിരിക്കുമ്പോൾ ഭയങ്കര ഒരു കുശുമ്പൊക്കെ. അപ്പം അങ്ങനെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കി വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം, കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.